2017 ഡിസംബറിൽ വന്ന ചോദ്യം നോക്കാം. താഴെ നൽകിയിട്ടുള്ളവയിൽ വലിയ തോത് ഭൂപടം ഏതാണ്? താഴെ നൽകിയിട്ടുള്ളവയിൽ വലിയ തോത് ഭൂപടം ഏതാണ്? ഐഡൻറ്റിഫൈ ദ ലാർജ് സ്കെയിൽ മാപ്പ് ഫ്രം ദി ഫോളോയിങ്. എ. അറ്റ്ലസ്. ബി. ചുമർ ഭൂപടം അഥവാ വാൾ മാപ്പ്. സി. ജ്യോതിശാസ്ത്ര ഭൂപടം അഥവാ അസ്ട്രോണമിക്കൽ മാപ്പ്. ഡി. കഡസ്ട്രൽ ഭൂപടം കഡസ്ട്രൽ മാപ്പ്. 2013 സെപ്റ്റംബറിലും ഇതേ ചോദ്യം തന്നെ വന്നത് നമുക്ക് കാണാം. 50-ാമത്തെ ചോദ്യം. താഴെ നൽകിയിട്ടുള്ളവയിൽ വലിയ തോത് ഭൂപടം ഏതാണ്? ഐഡൻറ്റിഫൈ ദ ലാർജ് സ്കെയിൽ മാപ്പ് ഫ്രം എമംഗ് ദ ഫോളോയിങ്. എ. അറ്റ്ലസ് ഭൂപടം അറ്റ്ലസ് മാപ്പ്. ബി. ചുവർ ഭൂപടം വാൾ മാപ്പ്. സി. കഡസ്ട്രൽ ഭൂപടം കഡസ്ട്രൽ മാപ്പ്. ഡി. ധരാതലീയ ഭൂപടം ടോപ്പോഗ്രാഫിക്കൽ മാപ്പ്. 2014 സെപ്റ്റംബറിലെ ചോദ്യം. താഴെ നൽകിയിട്ടുള്ളവയിൽ ചെറിയ തോത് ഭൂപടം ഏതാണ്? താഴെ നൽകിയിട്ടുള്ളവയിൽ ചെറിയ തോത് ഭൂപടം ഏതാണ്? വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ സ്മാൾ സ്കെയിൽ മാപ്പ്? എ. ടോപ്പോ ഷീറ്റ്. ബി. പഞ്ചായത്ത് ഭൂപടം പഞ്ചായത്ത് മാപ്പ്. സി. അറ്റ്ലസ് ഭൂപടം അറ്റ്ലസ് മാപ്പ്. ഡി. ട്രാൻസിറ്റ് ഭൂപടം ട്രാൻസിറ്റ് മാപ്പ്. അപ്പോൾ ഈ ചോദ്യങ്ങളുടെ ഉത്തരം അറിയാനായി നമ്മൾ പാഠപുസ്തകത്തിലേക്ക് നോക്കിയാൽ ഭൂപടങ്ങളെ അഥവാ മാപ്പുകളെ 2 തരമായിട്ട് വേർതിരിച്ചതായി കാണാം. ഒന്ന് ചെറിയ തോത് ഭൂപടങ്ങൾ അഥവാ സ്മാൾ സ്കെയിൽ മാപ്സ്. പിന്നെ വലിയ തോത് ഭൂപടങ്ങൾ ലാർജ് സ്കെയിൽ മാപ്സ്. ഏതൊക്കെയാണ് ഈ ചെറിയ തോത് ഭൂപടങ്ങൾ സ്മാൾ സ്കെയിൽ മാപ്സ്? അതിന് ഉദാഹരണമാണ് അറ്റ്ലസ് ഭൂപടം, ചുമർ ഭൂപടങ്ങൾ അഥവാ വാൾ മാപ്സ്. വലിയ തോത് ഭൂപടങ്ങൾ അഥവാ ലാർജ് സ്കെയിൽ മാപ്സിൻ്റെ ഉദാഹരണമാണ് കഡസ്ട്രൽ മാപ്പ്, ടോപ്പോഗ്രാഫിക്കൽ മാപ്പ്. ഇത് മനസ്സിലാക്കിയാൽ ഇപ്പോൾ നമ്മൾ കണ്ട 3 ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാവുന്നതാണല്ലോ. അപ്പോൾ 3 ചോദ്യങ്ങൾ ഈ വിഷയകമായി വന്നു. ഇത്തരം ചോദ്യങ്ങൾ വീണ്ടും നമുക്ക് പരീക്ഷയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്താണ് സ്മോൾ സ്കെയിൽ മാപ്പ്, ലാർജ് സ്കെയിൽ മാപ്പ് എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. വലിയ ഭൂപ്രദേശങ്ങളിലെ പ്രധാന വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഭൂപടങ്ങളാണ് ചെറിയ തോത് ഭൂപടങ്ങൾ. അപ്പോൾ ചെറിയ തോത് ഭൂപടങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ ഭൂപടങ്ങൾ എന്നല്ല അർത്ഥം. വലിയ ഭൂപ്രദേശങ്ങളിലെ പ്രധാന വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഭൂപടങ്ങൾ. ഒരു വലിയ പ്രദേശത്തിൻ്റെ ഭൂപടമാണ് തയ്യാറാക്കുന്നത്. അതിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുണ്ടാകൂ. എന്നാൽ താരതമ്യേന ചെറിയ ഭൂപ്രദേശങ്ങളായ വില്ലേജോ വാർഡോ ആണ് ഭൂപടത്തിൽ ചിത്രീകരിക്കുന്നതെങ്കിൽ ഒട്ടേറെ വിവരങ്ങൾ അതിൽ ഉൾപ്പെടുത്താൻ കഴിയും. ഇത്തരത്തിൽ താരതമ്യേന ചെറിയ പ്രദേശങ്ങളുടെ വിശദമായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് വലിയ തോത് ഭൂപടങ്ങൾ. ഇനി ഭൂപടങ്ങളിൽ ഉപയോഗിക്കുന്ന നിറങ്ങൾ സംബന്ധമായുള്ള ചോദ്യങ്ങളാണ്. നിരവധി ചോദ്യങ്ങൾ അത് സംബന്ധമായിട്ട് കാണാൻ സാധിക്കും. 2020 ഡിസംബറിൽ വന്ന ചോദ്യം 46-ാമത്തെ ചോദ്യമാണ്. ചുവടെ നൽകിയിട്ടുള്ള നിറങ്ങളിൽ ഏതാണ് ഒരു ധരാതലീയ ഭൂപടത്തിൽ കൃഷിഭൂമിയെ ചിത്രീകരിക്കുന്നതിനായി ഉപയോഗിക്കുന്നത്? ചുവടെ നൽകിയിട്ടുള്ള നിറങ്ങളിൽ ഏതാണ് ഒരു ധരാതലീയ ഭൂപടത്തിൽ കൃഷിഭൂമിയെ ചിത്രീകരിക്കുന്നതിനായി ഉപയോഗിക്കുന്നത്? വിച്ച് എമംഗ് ദ ഫോളോയിങ് കളേഴ്സ് ഈസ് യൂസ്ഡ് ടു ഡെപിക്റ്റ് കൾട്ടിവേറ്റഡ് ലാൻഡ് ഓൺ എ ടോപ്പോഗ്രാഫിക്കൽ മാപ്പ്? എ. പച്ച. ബി. മഞ്ഞ. സി. വെള്ള. ഡി. ചുവപ്പ്. 19 ഫെബ്രുവരിയിലെ ചോദ്യം. ധരാതലീയ ഭൂപടങ്ങളിൽ റോഡുകൾ ചിത്രീകരിക്കുന്ന അംഗീകൃത നിറം ഏതാണ്? ധരാതലീയ ഭൂപടങ്ങളിൽ റോഡുകൾ ചിത്രീകരിക്കുന്ന അംഗീകൃത നിറം ഏതാണ്? ദ കൺവെൻഷണൽ കളർ യൂസ്ഡ് ടു റെപ്രസെൻറ്റ് റോഡ്സ് ഇൻ ടോപ്പോഗ്രാഫിക്കൽ മാപ്സ് ഈസ് എ. ചുവപ്പ്. ബി. കറുപ്പ്. സി. തവിട്ട് നിറം അഥവാ ബ്രൗൺ. ഡി. ചാരനിറം അഥവാ ഗ്രേ.
2019 ജൂണിലും കളർ സംബന്ധമായ ചോദ്യം വന്നു. ടോപ്പോഗ്രാഫിക്കൽ ഭൂപടങ്ങളിൽ മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത് ഇൻ ടോപ്പോഗ്രാഫിക്കൽ മാപ്സ് യെല്ലോ കളർ ഈസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് എ തരിശ് ഭൂമി ബാരൻ ലാൻഡ്, ബി കൃഷിഭൂമി അഗ്രികൾച്ചറൽ ലാൻഡ്, സി വനം അഥവാ ഫോറസ്റ്റ്, ഡി ജനവാസ കേന്ദ്രങ്ങൾ അഥവാ സെറ്റിൽമെൻറ്റ്സ്. 2019 നവംബറിലും നിറം സംബന്ധമായ ചോദ്യം വന്നു. 33ാമത്തെ ചോദ്യം. ധരാതലീയ ഭൂപടങ്ങളിൽ തരിശുഭൂമി ചിത്രീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന നിറം ഏതാണ്? ധരാതലീയ ഭൂപടങ്ങളിൽ തരിശുഭൂമി ചിത്രീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന നിറം. The color in which barren lands are shown in topographical maps. A. തവിട്ടു നിറം ബ്രൗൺ കളർ, ബി വെള്ള നിറം വൈറ്റ് കളർ, സി മഞ്ഞ നിറം യെല്ലോ കളർ, ഡി കറുപ്പ് നിറം ബ്ലാക്ക് കളർ. 2020 ഫെബ്രുവരിയിലെ ചോദ്യം 48ാമത്തെ ചോദ്യമായിരുന്നു. കറുപ്പ് നിറത്തിലല്ലാതെ ധാരാതലീയ ഭൂപടങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഐഡൻറ്റിഫൈ ദ ഫീച്ചർ വിച്ച് ഈസ് നോട്ട് ഷോൺ ഇൻ ബ്ലാക്ക് കളർ ഇൻ ടോപ്പോഗ്രഫിക്കൽ മാപ്സ്. എ റെയിൽ പാത റെയിൽവേ ലൈൻ, ബി അതിർത്തികൾ ബൗണ്ടറീസ്, സി ടെലഗ്രാഫ് ലൈൻ, ഡി കോണ്ടൂർ രേഖ. 2018 ഒക്ടോബറിലെ ചോദ്യം 40ാമത്തെ ചോദ്യമായിരുന്നു. ധരാതലീയ ഭൂപടങ്ങളിൽ മഞ്ഞ നിറം കൊണ്ട് സൂചിപ്പിക്കുന്ന സവിശേഷത എന്താണ്? ധരാതലീയ ഭൂപടങ്ങളിൽ മഞ്ഞ നിറം കൊണ്ട് സൂചിപ്പിക്കുന്ന സവിശേഷത എന്താണ്? എ പാഴ്പ്രദേശങ്ങൾ, ബി വനം, സി കൃഷിയിടങ്ങൾ, ഡി പർവ്വതങ്ങൾ. 2015 സെപ്റ്റംബറിലെ ചോദ്യം. ധരാതലീയ ഭൂപടങ്ങളിൽ കോണ്ടൂർ രേഖകൾ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം. ധരാതലീയ ഭൂപടങ്ങളിൽ കോണ്ടൂർ രേഖകൾ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം. എ കറുപ്പ് ബ്ലാക്ക്, ബി തവിട്ടു നിറം ബ്രൗൺ, സി ചുവപ്പ് റെഡ്, ഡി മഞ്ഞ യെല്ലോ. 10ാം ക്ലാസ്സിലെ പാഠപുസ്തകം നോക്കിയാൽ നമുക്ക് ഇങ്ങനെ ഒരു ചാർട്ട് കാണാം. ഈ ചാർട്ടിന് താഴോട്ടുമുണ്ട്. പക്ഷേ നിറങ്ങളുമായി ബന്ധപ്പെട്ടത് ഇത്ര മാത്രമായതുകൊണ്ട് അവ മാത്രം ഇവിടെ കാണിച്ചിരിക്കുകയാണ്. പച്ച കളർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നൈസർഗിക സസ്യജാലങ്ങളെ സൂചിപ്പിക്കാനാണ്. മഞ്ഞ നിറം ഉപയോഗിക്കുന്നത് കൃഷിയിടങ്ങളെ സൂചിപ്പിക്കാൻ. ചുവപ്പ് നിറം ഉപയോഗിക്കുന്നത് പാർപ്പിടങ്ങൾ, റോഡുകൾ എന്നിവയെ സൂചിപ്പിക്കാനാണ്. കറുപ്പ് നിറം ഉപയോഗിക്കുന്നത് തീവണ്ടിപ്പാത, അക്ഷാംശ രേഖകൾ, രേഖാംശ രേഖകൾ, ടെലിഫോൺ ലൈൻ ഇവയൊക്കെ സൂചിപ്പിക്കാൻ കറുപ്പ് നിറം ഉപയോഗിക്കുന്നു. നീല നിറം ജലാശയങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. തവിട്ട് നിറം പാറക്കൂട്ടങ്ങൾ, മണൽക്കൂനകൾ, കുന്നുകൾ എന്നിവയെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഇത് അല്പം കൂടി വിശദീകരിച്ചു കൊടുത്തത് കാണാൻ സാധിക്കും. അക്ഷാംശ രേഖാംശ രേഖകൾ, വരണ്ട ജലാശയങ്ങൾ, റെയിൽ പാത, ടെലിഫോൺ ടെലഗ്രാഫ് ലൈനുകൾ, അതിർത്തി രേഖകൾ ഇവയെല്ലാം സൂചിപ്പിക്കാൻ വേണ്ടി കറുപ്പ് നിറമാണ് ഉപയോഗിക്കുന്നത്. സമുദ്രങ്ങൾ, നദികൾ, കുളങ്ങൾ, കിണറുകൾ, കുഴൽ കിണറുകൾ അഥവാ എപ്പോഴും ജലസാന്നിധ്യമുള്ള ജലാശയങ്ങളെ സൂചിപ്പിക്കാൻ നീല നിറം ഉപയോഗിക്കുന്നു. വനങ്ങൾ, പുൽമേടുകൾ, മരങ്ങളും കുറ്റിച്ചെടികളും, ഫലവൃക്ഷത്തോട്ടങ്ങൾ ഇവയെ സൂചിപ്പിക്കാൻ വേണ്ടി പച്ച നിറം ഉപയോഗിക്കുന്നു. കൃഷിസ്ഥലങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി മഞ്ഞ നിറം ഉപയോഗിക്കുന്നു. തരിശുഭൂമിയെ സൂചിപ്പിക്കാൻ വെള്ള നിറമാണ് ഉപയോഗിക്കുന്നത്. പാർപ്പിടങ്ങൾ, റോഡ്, പാതകൾ, ഗ്രിഡ് ലൈനുകൾ ഇവയെ സൂചിപ്പിക്കാൻ ചുവപ്പ് നിറമാണ് ഉപയോഗിക്കുന്നത്. കോണ്ടൂർ രേഖകളും അവയുടെ നമ്പറുകളും മണൽക്കൂനകളും മണൽക്കുന്നുകളും സൂചിപ്പിക്കാൻ വേണ്ടി
തവിട്ടു നിറമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് മനഃപ്പാഠമാക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നിരവധി ചോദ്യങ്ങൾ നമ്മൾ കണ്ടു. അത്തരം ചോദ്യങ്ങൾ നമുക്ക് ഇനിയുള്ള പരീക്ഷകളിലും പ്രതീക്ഷിക്കാവുന്നതാണ്. 2020 ഡിസംബറിൽ വന്ന ചോദ്യം നമ്പർ 47. ഒരു ധരാതലീയ ഭൂപടത്തിൻ്റെ നമ്പർ 45D/10 എന്നാണ്. ഇതിൽ 45 എന്ന നമ്പർ എന്തിനെ സൂചിപ്പിക്കുന്നു? The number of a topographical map is 45D/10. What does 45 indicate in this number? A. പ്രസ്തുത ധരാതലീയ ഭൂപടം ഉൾപ്പെടുന്ന മില്യൺ ഷീറ്റിനെ. ബി. പ്രസ്തുത ധരാതലീയ ഭൂപടം ഉൾപ്പെടുന്ന ഡിഗ്രി ഷീറ്റിനെ. സി. പ്രസ്തുത ധരാതലീയ ഭൂപടം ചിത്രീകരിച്ചിട്ടുള്ള രാജ്യത്തെ. ഡി. പ്രസ്തുത ധരാതലീയ ഭൂപടം ചിത്രീകരിച്ചിട്ടുള്ള സംസ്ഥാനത്തെ. അപ്പോൾ ഇത് ഒറ്റവാക്കിൽ മനഃപ്പാഠമാക്കാവുന്ന കാര്യമല്ല. എന്താണ് മില്യൺ ഷീറ്റ്, എന്താണ് ഡിഗ്രി ഷീറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമാണ് ഇതിൽ 45 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ധരാതലീയ ഭൂപടങ്ങൾക്ക് അഥവാ ടോപ്പോഗ്രാഫിക്കൽ മാപ്പുകൾക്ക് എങ്ങനെയാണ് പേര് കൊടുക്കുന്നത് എന്ന കാര്യമാണ് ഈ ചോദ്യത്തിൽ പറയുന്നത്. നമ്മുടെ ചോദ്യത്തിലുള്ളത് 45D/10 എന്നതിന് എങ്ങനെയാണ് ആ പേര് കിട്ടിയിട്ടുള്ളത്, അതിൽ 45 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നാണല്ലോ ചോദ്യം. ഇവിടെ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത് 55D/3 എന്ന ഒരു ടോപ്പോഗ്രാഫിക്കൽ മാപ്പിന് എങ്ങനെയാണ് ആ പേര് കിട്ടിയിട്ടുള്ളത് എന്നാണ്. ഇത് വെച്ച് നമുക്കത് മനസ്സിലാക്കാം. ഏറ്റവും ഇടതുവശത്ത് നമ്മളൊരു ചതുരം കാണുന്നുണ്ടല്ലോ, അത് മില്യൺ ഷീറ്റുകളാണ്. പിന്നെ ഡിഗ്രി ഷീറ്റുകൾ, അതിനുശേഷം മറ്റൊരു കോളം നമുക്ക് കാണാം. ആദ്യം നമുക്ക് മില്യൺ ഷീറ്റുകൾ എന്നതിൽ നിന്ന് 55 എന്ന മില്യൺ ഷീറ്റ് നമ്മൾ പുറത്തെടുക്കുന്നു. അതിനെ നമ്മൾ 16 ഭാഗമാക്കുന്നു. ആ 16-ലെ ഒരു ഭാഗമാണ് ഡി. ആ ഡിയെ വീണ്ടും 16 ഭാഗമാക്കുന്നു. അതിലെ ഒരു ഭാഗമാണ് 3. അതാണ് 55D/3 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 55 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മില്യൺ ഷീറ്റുകളാണ്. ഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിഗ്രി ഷീറ്റുകളാണ് എന്നൊക്കെ നമുക്കിന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ 45 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മില്യൺ ഷീറ്റുകളാണ്, ഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിഗ്രി ഷീറ്റുകളാണ്. മനസ്സിലായല്ലോ. അപ്പോൾ ചോദ്യത്തിൻ്റെ ഉത്തരം എ ആണ്. മില്യൺ ഷീറ്റുകൾ എന്നതാണ് ചോദ്യത്തിൻ്റെ ഉത്തരം. അപ്പോൾ എന്താണ് മില്യൺ ഷീറ്റുകൾ, എന്താണ് ഡിഗ്രി ഷീറ്റുകൾ എന്നൊന്നും ഇപ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല. നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. 2016 നവംബറിലെ ചോദ്യം. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖ അറിയപ്പെടുന്നത് The science of map making is known as A. Topography, B. Cartography, C. Demography, D. Calligraphy. നമുക്ക് 8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലേക്ക് നോക്കാം. അവിടെ ഭൂപടശാസ്ത്രം അഥവാ കാർട്ടോഗ്രാഫി എന്ന ഒരു തലക്കെട്ടിന് താഴെ ഇത് വിശദീകരിച്ചത് കാണാം. അപ്പോൾ ഭൂപടശാസ്ത്രം കാർട്ടോഗ്രാഫി എന്നാണ് അറിയപ്പെടുന്നത്. കാർട്ടെ, ഗ്രാഫിക് എന്നീ ഫ്രഞ്ച് പദങ്ങളിൽ നിന്നാണ് കാർട്ടോഗ്രാഫി എന്ന ഇംഗ്ലീഷ് പദം രൂപം കൊണ്ടിട്ടുള്ളത്. കാർട്ടെ എന്നതിന് ഭൂപടം അഥവാ മാപ്പ് എന്നും ഗ്രാഫിക് എന്നതിന് വരക്കുക എന്നുമാണ് അർത്ഥം. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് ഭൂപടശാസ്ത്രം അഥവാ കാർട്ടോഗ്രാഫി. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആളിനെ കാർട്ടോഗ്രാഫർ എന്നാണ് വിളിക്കുന്നത്. 2020 ഫെബ്രുവരിയിലെ ചോദ്യം. ഭൂപ്രകൃതി, കാലാവസ്ഥ, നദികൾ, വനങ്ങൾ എന്നിവ ചിത്രീകരിക്കുന്ന ഭൂപടം. ഭൂപ്രകൃതി, കാലാവസ്ഥ, നദികൾ, വനങ്ങൾ എന്നിവ ചിത്രീകരിക്കുന്ന ഭൂപടം. മാപ്പ് ഷോയിങ് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, ക്ലൈമറ്റ്, റിവേഴ്സ് ആൻഡ് ഫോറസ്റ്റ്. എ. സാമ്പത്തിക ഭൂപടം, എക്കണോമിക് മാപ്പ്. ബി. രാഷ്ട്രീയ ഭൂപടം, പൊളിറ്റിക്കൽ മാപ്പ്. സി. ഭൗതിക ഭൂപടം, ഫിസിക്കൽ മാപ്പ്. ഡി. സാംസ്കാരിക ഭൂപടം, കൾച്ചറൽ മാപ്പ്. ഭൂപടങ്ങളെ അഥവാ മാപ്പുകളെ
നമുക്ക് അടിസ്ഥാനപരമായി 2 തരമായിട്ട് വേർതിരിക്കാം. ഒന്നാമത്തത് ഭൗതിക ഭൂപടങ്ങൾ, രണ്ടാമത്തത് സാംസ്കാരിക ഭൂപടങ്ങൾ. ഭൗതിക ഭൂപടങ്ങൾ എന്നാൽ ഭൂപ്രകൃതി, കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ്. ഭൂപ്രകൃതി, കാലാവസ്ഥ ഇതൊക്കെ തന്നെയാണല്ലോ ഇപ്പോൾ നമ്മുടെ ചോദ്യത്തിലുള്ളതും. ഭൂപ്രകൃതി, കാലാവസ്ഥ, വനങ്ങൾ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ഭൗതിക ഭൂപടങ്ങൾ. അപ്പോൾ ഭൗതിക ഭൂപടങ്ങൾ എന്നതാണ് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി സാംസ്കാരിക ഭൂപടങ്ങൾ എന്നാൽ കൃഷി, വ്യവസായം, രാഷ്ട്രീയ അതിർത്തികൾ മുതലായ മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് സാംസ്കാരിക ഭൂപടങ്ങൾ. എന്താണ് സാംസ്കാരിക ഭൂപടങ്ങൾ എന്ന ചോദ്യം നമുക്ക് മറ്റൊരു പരീക്ഷയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കൃഷി, വ്യവസായം, രാഷ്ട്രീയ അതിർത്തികൾ മുതലായ മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് സാംസ്കാരിക ഭൂപടങ്ങൾ. 2016 നവംബറിൽ വന്ന ചോദ്യം: ഭൗതികവും മനുഷ്യനിർമ്മിതവുമായ സവിശേഷതകൾ വിശദമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങൾ. മാപ്സ് ദാറ്റ് ഷോ ബോത്ത് നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് ഫീച്ചേഴ്സ് ഇൻ ഡീറ്റെയിൽ. അപ്പോൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് വ്യത്യസ്തമാണിത്. നേരത്തെ നമ്മൾ പറഞ്ഞ ഭൗതിക ഭൂപടങ്ങൾ, സാംസ്കാരിക ഭൂപടങ്ങൾ, ഇതിൽ ഒന്നിൽ പ്രകൃതിദത്തമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, രണ്ടാമത്തതിൽ മനുഷ്യനിർമ്മിതമായത് മാത്രമേ ഉള്ളൂ. ഇവിടെ ചോദ്യം പ്രകൃതിദത്തമായ അഥവാ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളും മനുഷ്യനിർമ്മിതമായ കാര്യങ്ങളും വിശദമായി ചിത്രീകരിച്ചിരിക്കുന്ന ഭൂപടം ഏതാണ് എന്നാണ്. എ. ഭൂവിനിയോഗ ഭൂപടം, ലാൻഡ് യൂസ് മാപ്പ്. ബി. ധരാതലീയ ഭൂപടം, ടോപ്പോഗ്രാഫിക്കൽ മാപ്പ്. സി. കഡസ്ട്രൽ ഭൂപടം, കഡസ്ട്രൽ മാപ്പ്. ഡി. രാഷ്ട്രീയ ഭൂപടം, പൊളിറ്റിക്കൽ മാപ്പ്. 10ാം ക്ലാസ്സിലെ പുസ്തകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ധരാതലീയ ഭൂപടങ്ങൾ, ടോപ്പോഗ്രാഫിക് മാപ്പ് എന്ന തലക്കെട്ടിന് താഴെ നമുക്ക് കാണാം പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഭൗമോപരിതല സവിശേഷതകളെയും വളരെ സൂക്ഷ്മമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ധരാതലീയ ഭൂപടങ്ങൾ. പ്രകൃതിദത്തവും അതുപോലെ മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഭൗമോപരിതല സവിശേഷതകളെയും വളരെ സൂക്ഷ്മമായി ചിത്രീകരിക്കുന്ന ഭൂപടമാണ് ടോപ്പോഗ്രാഫിക് മാപ്പ്. അപ്പോൾ ധരാതലീയ ഭൂപടങ്ങൾ, ടോപ്പോഗ്രാഫിക് മാപ്പ് എന്നതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. 2018 ഒക്ടോബറിൽ വന്ന ചോദ്യം ഭൂപട തോത് സംബന്ധമായ അഥവാ മാപ്പ് സ്കെയിൽ സംബന്ധമായ ചോദ്യമാണ്. 36ാമത്തെ ചോദ്യമാണ്. 1:50,000 എന്ന ഭൂപട തോത് അർത്ഥമാക്കുന്നത് എന്താണ്? 1:50,000 എന്ന ഭൂപട തോത് അർത്ഥമാക്കുന്നത് എന്താണ്? എ. 1 സെൻറ്റിമീറ്റർ 1/2 കിലോമീറ്ററിനെ കാണിക്കുന്നു. ബി. 1 സെൻറ്റിമീറ്റർ 5 കിലോമീറ്ററിനെ കാണിക്കുന്നു. സി. 1 സെൻറ്റിമീറ്റർ 50 കിലോമീറ്ററിനെ കാണിക്കുന്നു. ഡി. 1 സെൻറ്റിമീറ്റർ 500 കിലോമീറ്ററിനെ കാണിക്കുന്നു. ഏതാണ് ഉത്തരം? ഉത്തരം എ ആണ്. 1 സെൻറ്റിമീറ്റർ 1/2 കിലോമീറ്ററിനെ കാണിക്കുന്നു. നമുക്ക് 1 കിലോമീറ്റർ എന്നാൽ 1000 മീറ്റർ ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ അതെത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും? അത് 1,00,000 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ 1/2 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 50,000 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ 1 സെൻറ്റിമീറ്റർ കൊണ്ട് 50,000 സെൻറ്റിമീറ്റർ അഥവാ 1/2 കിലോമീറ്ററിനെ ആണ് സൂചിപ്പിക്കുന്നത്. 1 സെൻറ്റിമീറ്റർ 1/2 കിലോമീറ്ററിനെ കാണിക്കുന്നു എന്നതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. 2018 ജൂണിൽ ഇതേ ചോദ്യം തന്നെ ചെറിയ ഒരു മാറ്റത്തോടു കൂടി വന്നിരുന്നു. 1 സെൻറ്റിമീറ്ററിന് 1/2 കിലോമീറ്റർ എന്ന ഭൂപട തോതിൻ്റെ ഭിന്നക രൂപമേതാണ്? 1 സെൻറ്റിമീറ്ററിന് 1/2 കിലോമീറ്റർ എന്ന ഭൂപട തോതിൻ്റെ ഭിന്നക രൂപമേത്? റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ഫോർ ദ മാപ്പ് സ്കെയിൽ 1 സെൻറ്റിമീറ്റർ ടു 1/2 കിലോമീറ്റർ ഈസ് എ. 1:5,00,000, 1:500, സി. 1:5000, ഡി. 1:50,000. ഏതാണ് ഉത്തരം? ഉത്തരം ഡി ആണ്.
1:50,000. അഥവാ 1 സെൻറ്റിമീറ്റർ എന്നാൽ മാപ്പിലെ 1 സെൻറ്റിമീറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമിയിലെ 50,000 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 50,000 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? അതാണ് 1/2 കിലോമീറ്റർ. അപ്പോൾ ഡി എന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. 2017 ഓഗസ്റ്റിലെ ചോദ്യം. ഒരു ഭൂപടത്തിൻ്റെ തോത് 1 സെൻറ്റിമീറ്റർ 4 കിലോമീറ്ററിന് എന്നതാണെങ്കിൽ 20 കിലോമീറ്റർ അകലത്തിലുള്ള 2 സ്ഥലങ്ങൾക്കിടയിലെ ഭൂപട ദൂരം എത്രയാണ്? If the scale of a map is 1 centimeter to 4 kilometer, what is the distance between two places on the map which are actually 20 kilometer apart? A. 20 centimeter, B. 80 centimeter, C. 4 centimeter, D. 5 centimeter. അപ്പോൾ മാപ്പിൽ 1 സെൻറ്റിമീറ്റർ എന്നാൽ ഭൂമിയിൽ 4 കിലോമീറ്റർ ആണ് എന്ന തോതിലാണെങ്കിൽ 20 കിലോമീറ്റർ അകലെയുള്ള 2 സ്ഥലങ്ങൾക്കിടയിൽ ഭൂപട ദൂരം എത്ര എന്നാണ്. അപ്പോൾ 20 കിലോമീറ്റർ 4 5 20 അല്ലേ? അപ്പോൾ 5 സെൻറ്റിമീറ്റർ വേണം. അപ്പോൾ ഡി 5 സെൻറ്റിമീറ്റർ. ഡി എന്ന ഓപ്ഷനാണ് 5 സെൻറ്റിമീറ്റർ എന്നതാണ് ഉത്തരം. 2017 ഓഗസ്റ്റിൽ വന്ന ചോദ്യം നോക്കാം. 72ാമത്തെ ചോദ്യം. ഭൂപടങ്ങളിൽ ഗ്രിഡ് സമ്പ്രദായം ഉപയോഗിക്കുന്നത് ഗ്രിഡ് സിസ്റ്റം ഇൻ മാപ്പ് ഈസ് യൂസ്ഫുൾ ഫോർ എ. സ്ഥലങ്ങളുടെ സ്ഥാനം കണ്ടെത്തുന്നതിന് ലൊക്കേറ്റിംഗ് എ പ്ലേസ്, ബി. ദിശയറിയാൻ ഐഡൻറ്റിഫൈയിങ് ഡയറക്ഷൻസ്, സി. 2 സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം നിർണ്ണയിക്കുന്നതിന് കാൽക്കുലേറ്റിംഗ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലേസസ്, ഡി. ഇവയെല്ലാം ഓൾ ഓഫ് ദീസ്. ആൻസർ ഏതാണ്? ആൻസർ എ ആണ്. സ്ഥലങ്ങളുടെ സ്ഥാനം കണ്ടെത്തുന്നതിന്. നമുക്ക് 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലേക്ക് നോക്കാം. പാഠപുസ്തകം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഇങ്ങനെ കാണാം. ഈ ഭൂപടങ്ങളിൽ നിന്ന് സ്ഥാനനിർണയം നടത്തുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് താഴെ ഗ്രിഡ് റെഫറൻസ് എന്ന തലക്കെട്ടിന് താഴെ പറയുന്നു, അക്ഷാംശ രേഖാംശ രേഖകളുടെ സഹായത്താലാണ് ഭൂപടങ്ങളിലും ഗ്ലോബിലും സ്ഥാനനിർണയം നടത്തുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ വലിയ തോതിൽ തയ്യാറാക്കപ്പെട്ട ധരാതലീയ ഭൂപടങ്ങളിലെ ചെറിയ ഭൂസവിശേഷതകളുടെ സ്ഥാനനിർണയം ഇത്തരത്തിൽ കൃത്യമായി നടത്താൻ പ്രയാസമാണ്. ഇത് പരിഹരിക്കുന്നതിനായി ചില ധരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിലും കിഴക്ക് പടിഞ്ഞാറ് ദിശയിലും ചുവന്ന രേഖകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇവയിൽ വടക്ക് തെക്ക് ദിശയിൽ വരക്കപ്പെട്ടിരിക്കുന്ന വരകൾ ഈസ്റ്റിങ്സ് എന്നും കിഴക്ക് പടിഞ്ഞാറ് ദിശയിലുള്ള വരകളെ നോർത്തിങ്സ് എന്നും അറിയപ്പെടുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഗ്രിഡ് സിസ്റ്റത്തെ സംബന്ധിച്ചാണ് ഈ ഭാഗത്ത് വിശദീകരിക്കുന്നത്. അധികം ഞാൻ വിശദീകരിക്കുന്നില്ല, അത് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വിശദമായിട്ട് വിശദീകരിക്കാം. അപ്പോൾ സ്ഥാനനിർണയം എന്നതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി നമ്മുടെ അവസാനത്തെ ചോദ്യമാണ്. 2018 ജൂണിൽ വന്ന ചോദ്യമാണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ കണ്ടെത്തിയിട്ട് നമ്മൾ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ധരാതലീയ ഭൂപടങ്ങൾ ഏത് തരം ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ്? ധരാതലീയ ഭൂപടങ്ങൾ ഏത് തരം ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ്? ടോപ്പോഗ്രാഫിക്കൽ മാപ്സ് ആർ എക്സാമ്പിൾസ് ഫോർ എ. വലിയ തോത് ഭൂപടങ്ങൾ ലാർജ് സ്കെയിൽ മാപ്സ്, ബി. ഇടത്തരം തോത് ഭൂപടങ്ങൾ മീഡിയം സ്കെയിൽ മാപ്സ്, സി. ചെറിയ തോത് ഭൂപടങ്ങൾ സ്മാൾ സ്കെയിൽ മാപ്സ്, ഡി. തീമാറ്റിക് ഭൂപടങ്ങൾ തീമാറ്റിക് മാപ്സ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തുക. എന്നിട്ട് ഇതിന് താഴെ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക.